പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മാധ്യമങ്ങൾക്കും എല്ലാവർക്കും ഇൻ്റർവ്യൂ കൊടുത്തിട്ടും സങ്കടങ്ങളൊക്കെ ഉമ്മാനെ കണ്ട് എല്ലാവരെയും കണ്ട് ബന്ധുക്കളെ കണ്ട് പള്ളിയിലൊക്കെ പോയി വന്നില്ലേ? ആ, റഹീം സാഹിബാണ് നമ്മൾ കൂടുതലുള്ളത്. മനാഫ്ക്കുണ്ട്, പിന്നെ മാമനാണല്ലേ? ആ, എന്താണ് എനിക്ക് ചോദിച്ചു, ഒരുപാട് ആളുകൾ ഒരുപാട് ചോദിച്ചു. പക്ഷേ എനിക്ക് 20 വർഷങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളൊരു മാറ്റങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങളാണ് കാണുന്നത്. വീട്ടിലും വീട് പഴയ വീട് അതുപോലെ തന്നെ വീടുണ്ട് അല്ലേ? ബാക്കി എല്ലാം മാറിയിട്ടുണ്ട്. ഇന്നിവിടെ എത്തിച്ചേരാൻ സഹായിച്ച എല്ലാവർക്കും, എല്ലാ മലയാളികളോടും ആദ്യമായി അള്ളാഹിനെ സ്തുതിക്കുന്നു. ബാക്കി ജനങ്ങളോട്, വിദേശത്തുള്ള സൗദി ഗവൺമെന്റിനോട്, ഇന്ത്യൻ എംബസി, സോഷ്യൽ മീഡിയ, നിയമസഹായ കമ്മിറ്റികൾ, ഇവിടുത്തെ കമ്മിറ്റികളും, നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒഴിവാക്കാൻ പറ്റാത്ത ബോച്ചെ എല്ലാവർക്കും സഹായിച്ച എല്ലാവർക്കും, പ്രാർത്ഥിച്ചവർക്കും ഒരുപാട് നന്ദിയും കടപ്പാടും. പറയാൻ വാക്കുകളില്ല കേട്ടോ. കാരണം നമുക്കറിയാം, ഈ വീഡിയോ കാണുന്ന ചില മക്കൾ ചിലപ്പോൾ റഹീംക്ക പോകണമെന്ന് ജനിച്ചിട്ടുണ്ടാവില്ല. കാരണം 2 പതിറ്റാണ്ടാണ്. നമ്മളുടെ 2 വർഷം 3 വർഷം കഴിയുമ്പോൾ തന്നെ ഇനിയിപ്പോൾ ഒരു ഹൈവേ ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അതിലൊക്കെ ഒന്ന് യാത്ര ചെയ്താൽ ചിലപ്പോൾ നമുക്ക് കേരളം തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ മാറിപ്പോകാൻ തോന്നുന്നുണ്ടാവും. ഈ മഴ, ഈ നാട് അല്ലേ? ഉമ്മാക്കും അല്ലെങ്കിൽ ഇവിടെ വീട്ടുകാർക്കൊക്കെ ഒരു മാറ്റം തോന്നുന്നുണ്ടാവും. നിൽക്കാക്കുന്ന ഉത്തരം ഉണ്ടാവില്ലല്ലോ അല്ലേ? ഒരുപാട് മാറി. എല്ലാം സഹായിച്ച എല്ലാവർക്കും, സോഷ്യൽ മീഡിയയിലെയും മീഡിയകളും എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കാം. ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ പ്രാർത്ഥനയാണ് ഒരുപാട് അല്ലേ മനോക്ക? പ്രായമുള്ളവരും പ്രായമില്ലാത്തവരായിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് ആളുകൾ, ഒരുപാട് ഉമ്മമാർ നേർച്ചയാക്കിയിട്ടും നിസ്കാരപ്പായിലൊക്കെ ഇരുന്നിട്ട് നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയ നിൽക്കണോണ്ട് നമ്മൾ ഓരോ കമൻറ്റുകൾ മാനിക്ക ഞാൻ എന്നത് നേർച്ചയാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ മോനെത്തട്ടെ, അല്ലെങ്കിൽ ഉമ്മാൻ്റെ വാക്കുകൾ നിസ്കാരപ്പായിലാണ് ഫോട്ടോ ഒക്കെ അയച്ചു തന്നവരുണ്ട് നമുക്ക് ഓരോമ്മമാർ. എന്താ മനൊക്കെ പറയുള്ളത്? 2 താരങ്ങളാണ് നമ്മളെ കൂടെ ഉള്ളത്. കേരളം പിടിച്ച് വിളിക്കിയിട്ടില്ലേ? തീർച്ചയായിട്ടും ഇതൊരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്ര നിമിഷമാണ്. നമ്മൾ കോഴിക്കോടുകാരെ സംബന്ധിച്ചിടത്തോളം, ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര നിമിഷം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം, ഇന്ന് ഏറ്റവും പുണ്യമാക്കപ്പെട്ട എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ബലിപെരുന്നാൾ ദിവസം തന്നെ നമ്മളെ നാട്ടിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഒരു എന്താ പറയുക ഒത്തൊരുമൻ്റെ ഒരു സന്ദേശം, യഥാർത്ഥ സന്ദേശം ജീവിതത്തിൽ കാണിച്ചു തന്നൊരു എന്താ പറയുക ഒരു സന്ദർഭമാണ് ഈ മുഹൂർത്തം, ഈ ഒരു